നമസ്കാരം. ട്രംപിന്റെ സമാധാനത്തിനുള്ള ആഹ്വാനങ്ങളും യുദ്ധം താൽക്കാലികമായി നിർത്തിയെന്നുള്ള വാക്കുകളുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാനിൽ ഓരോ ദിവസം കഴിയുന്തോറും സംഘർഷം വർദ്ധിക്കുകയാണ്. പ്രത്യാക്രമണങ്ങളുമായി ഇറാനും ഒരു അല്പം പോലും പിന്നോട്ടില്ലാതെ തിരിച്ചടി തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധരംഗം വീണ്ടും അതീവ അനിശ്ചിതത്വത്തിന്റെ ഇരുട്ടിലേക്ക് വഴുതി പോവുകയാണ്. ലോകം ഒരു ശ്വാസം മുട്ടി കാത്തിരുന്ന നിമിഷത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം പ്രതീക്ഷയുടെ ചെറിയ വെളിച്ചമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും അതിന്റെ ഭാഗമായി ഹോർമോസ് തുറക്കുന്നതിനായി 5 ദിവസത്തെ സാവകാശം നൽകുമെന്നും ആ കാലയളവിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന ഉറപ്പും ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ യുദ്ധത്തിന്റെ തീ പടരുന്നത് കുറയുമെന്നായിരുന്നു ആഗോളപരമായി ഉണ്ടായ വിലയിരുത്തൽ. പക്ഷേ ആ പ്രതീക്ഷകൾ നീണ്ടുനിന്നില്ല. ട്രംപിന്റെ ഉറപ്പുകൾക്ക് പിന്നാലെ തന്നെ പശ്ചിമേഷ്യൻ ആകാശത്ത് വീണ്ടും സ്ഫോടനങ്ങളുടെ ശബ്ദം മുഴങ്ങി. ഇസ്രായേൽ ഇറാനെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം ആരംഭിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ യുദ്ധത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന സംശയം ഉയരുകയാണ്. ഇറാനുമേൽ നടന്ന ഈ ആക്രമണം ട്രംപ് പ്രഖ്യാപിച്ച സമാധാന ശ്രമങ്ങളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ നിറയുന്നത്. ഇസ്രായേലും US ചേർന്ന് ചൊവ്വാഴ്ച തങ്ങളുടെ 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചു എന്ന് ഇറാൻ പറഞ്ഞു.